മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള വേദനകളെയാണ് സൈക്കോസൊമാറ്റിക് പെയിൻ എന്ന് പറയുന്നത്. മനുഷ്യന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം സമൂഹത്തിൽ ഇപ്പോൾ ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ ആവുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇമോഷണൽ സപ്രഷൻ ഉണ്ടാവുകയാണ്. അവനവൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വഴികളില്ലാണ്ടാവുകയാണ്. നമ്മളൊരു ഹൊറർ ഫിലിം കാണാൻ പോവുകയാണ്, നമ്മൾ ഭയന്നിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഇരിക്കുക? ഒരിക്കലും ഭയങ്കര റിലാക്സ് ചെയ്തൊന്നും ആയിരിക്കില്ലല്ലേ നമ്മളിരിക്കുക. നമ്മൾ ഷോൾഡറൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് മുറുകിയായിരിക്കും നമ്മളിരിക്കുക. കാരണം ഒരു ഭയം വരുന്ന ഒരാളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ബോഡി റെസ്പോൺസ് ആണത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് ഷോൾഡറിനെ ടൈറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും ആ കണ്ടിന്യൂസ് മസിൽ സ്പാസം കാരണം ഷോൾഡറിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്, ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റിഫ്നെസ്സും ഇൻഫ്ലമേഷനും ഉറപ്പായിട്ടും അവിടെ ഒരു വേദന ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും മിക്കവാറും ഉള്ള ഷോൾഡർ പെയിൻ്റെയൊക്കെ കാരണം ഒരു ഇൻസെക്യൂരിറ്റിയാണ്, ഫിയർ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏത് തരം ഇമോഷനാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതിനനുസരിച്ച് ഈ സൈക്കോസൊമാറ്റിക് പെയിൻ എവിടെ അനുഭവപ്പെടുന്നു, എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതിനും വ്യത്യാസമുണ്ട്. ഈ സൈക്കോസൊമാറ്റിക് പെയിനിനെ എങ്ങനെ മാനേജ് ചെയ്യണം? നമ്മൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞതിൽ തന്നെയുണ്ട് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരവും. കാരണം ആയുർവേദം പറയുന്നത് നിദാന പരിവർജനമാണ് ചികിത്സ എന്നുള്ളതാണ്. രോഗകാരണത്തിനെ ഇല്ലാണ്ടാക്കുന്നതാണ് ചികിത്സ. അപ്പോൾ ഇതിൻ്റെ രോഗകാരണം എന്താണ്? ഇമോഷണൽ സപ്രഷനാണ് രോഗകാരണം. അപ്പം ആ സപ്രസ് ചെയ്തിരിക്കുന്ന ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുക, അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്യുക, ആ കെട്ടിക്കിടക്കുന്ന വികാരങ്ങളെ സ്വതന്ത്രമായി പുറത്തേക്ക് ഒഴുകാൻ വിടുക എന്നുള്ളത് തന്നെയാണ് ഈ സൈക്കോസൊമാറ്റിക് പെയിൻ ഇല്ലാണ്ടാക്കാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉപാധി.